ഈ ബ്ലാസ്റ്റേഴ്സിന്റെ നിഖിലിനെ പോലെ ആ സ്ക്രൂ ഡ്രൈവർ ഇങ്ങെടുത്ത് ഇപ്പം ശരിയാക്കി തരാം എന്ന് പറയുന്ന ആളല്ല ബംഗളൂരു എഫ് സിയുടെ പാർജിൻഡാർ. അങ്ങേര് പറഞ്ഞതാണ്, അതിനകത്ത് യാതൊരു മാറ്റവും ഇല്ല. അടുത്ത സീസണിൽ എതിരാളികളെ നിർത്തി കത്തിക്കാൻ തന്നെയാണ് ബംഗളൂരു തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നത്. അവർ നിരന്തരം തുടർച്ചയായിട്ട് താരങ്ങളെ തങ്ങളുടെ കൂടാരത്തിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. സ്റ്റാർ വാല്യൂ ഉള്ള പ്ലേയേഴ്സിനെ എല്ലാം കൊണ്ടുവരുന്നുണ്ട്. ഇപ്പം അവർ അത്രയൊന്നും സ്റ്റാർ വാല്യൂ ഇല്ലാത്ത ഒരുത്തിനെ തങ്ങളുടെ കൂടാരത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. കരണ്ട് പോയി, അങ്ങ് ക്ഷമിക്കണം. നമ്മുടെ ലാൽത്തുമാവിയ റാൾട്ടെ എന്ന യങ് ഗോൾ കീപ്പറെയാണ് അവർ ബാക്കപ്പായിട്ട് തങ്ങളുടെ കൂടാരത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ഒഡീഷ എഫ് സിയുടെ താരമായിരുന്നു. ഒഡീഷയ്ക്ക് വേണ്ടിയിട്ട് 2 സീസണിൽ ഉടനീളം കളിച്ചെങ്കിൽ പോലും അദ്ദേഹത്തിന് ആകെ 10 അപ്പിയറൻസ് മാത്രമേ ഒഡീഷയ്ക്ക് വേണ്ടി പുറത്തെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളായിരുന്നു. പക്ഷേ അദ്ദേഹം നേരത്തെ ബംഗളൂരുവിൻ്റെ അക്കാദമിയിൽ കൂടി വളർന്നു വന്ന താരമാണ്. ബംഗളൂരുവിൻ്റെ വിവിധ ഏജ് കാറ്റഗറികളിലായിട്ട് ഏകദേശം 50ഓളം മത്സരങ്ങളിൽ ഗോൾ വല കാത്തിട്ടുള്ള താരമാണ് നമ്മുടെ ലാൽത്തുമാവിയ റാൾട്ടെ. ഇപ്പം അമരീന്ദർ സിംഗ് ഉള്ളത് കൊണ്ട് തന്നെ അവിടുത്തെ ഫസ്റ്റ് ചോയ്സ് ഗോൾ കീപ്പർ ആവാൻ റാൾട്ടേക്ക് പറ്റില്ല. അതുകൊണ്ട് അദ്ദേഹത്തിനെ വളർത്തി വലുതാക്കി വിട്ട ബംഗളൂരുവിലേക്ക് വരുന്നതിനകത്ത് കുറ്റമൊന്നും പറയാനില്ല. പക്ഷേ ബംഗളൂരുവിൻ്റെ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ബംഗളൂരുവിന് അത്രയ്ക്ക് ഗോൾ കീപ്പർമാർ ഇല്ലാത്ത അവസ്ഥയൊന്നുമല്ല. ബംഗളൂരുവിന് റിസർവ് ഗോൾ കീപ്പർമാരുടെ ഒരു നിര തന്നെയുണ്ട്. നമ്മുടെ ഫുനിയെ നോക്കുകയാണെങ്കിലുണ്ട്, വിക്രം ലക്ബീർ സിംഗ് ഉണ്ട്, അങ്ങനെ നിരവധി താരങ്ങളുണ്ട്. പക്ഷേ ഈ ഗുർപ്രീത് സിംഗ് സന്ധുവിന് പകരക്കാരനാവാൻ ഇവർക്കൊന്നും അത്ര ക്വാളിറ്റി ഇല്ല. ലക്ബീർ സിംഗ് ഓൾറെഡി ഓക്കെ ആണ്. എന്നാൽ പോലും ലാൽത്തുമാവിയ റാൾട്ടെ തന്നെ ആയിരിക്കും അവർ നമ്മളുടെ ഇവന് പകരക്കാരനായിട്ട് കൊണ്ടുവരുന്നത്. ഇപ്പം വിക്രം ഉണ്ടെന്ന് പറഞ്ഞിട്ടും ലക്ബീർ സിംഗ് ഉണ്ടെന്ന് പറഞ്ഞിട്ടും ഫൂനി ഉണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. അവർക്കൊന്നും ഒരു ISLന്റെ ഒരു കപ്പാസിറ്റി ഉണ്ടോ എന്നുള്ള ഒരു ചോദ്യമാണ്. അതുകൊണ്ട് തന്നെ ഗുർപ്രീത് സിംഗ് സന്ധുവിന് ബാക്കപ്പായിട്ട് ലാൽത്തുമാവിയ റാൾട്ടെ വരുന്നത് നല്ലൊരു കാര്യമായിട്ടാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. കറണ്ട് പോയത് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു വെരി മച്ച്.